കാരണം ലോണ് പിന്നെ പലിശയ്ക്ക് എടുത്ത പൈസ കൊടുക്കണത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത് പലിശയൊക്കെ കൂടിയത്. 10-25 ലക്ഷം രൂപ വരെ കടമുണ്ട്. ലോണും എല്ലാം കൂടെ ബാങ്കിലും ഒക്കെ എല്ലാം കൂടെയൊക്കെ ഉണ്ട്. അപ്പോഴേ എടുത്തിരുന്നു, കൊച്ചിക്ക് എടുത്തിരുന്നു. എത്ര രൂപയെന്ന് എനിക്കറിയില്ല. അവൻ അടയ്ക്കണൊക്കെ കാര്യങ്ങൾ അവർ വിളിക്കണൊക്കെ അറിയാമായിരുന്നു. ഫോൺ വഴി എടുക്കണത് അവർ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. മക്കളെ ഇത് ഇങ്ങനെ എടുത്തപ്പം പറയും ഫോൺ വഴിയാണ് അമ്മ എടുത്തതെന്ന് പറയും. അതേ അറിയാവൂ. അത് നമ്മൾ വീട് വെച്ചപ്പോൾ അങ്ങനെ എടുത്തായിരുന്നു, പൈസ എടുത്തായിരുന്നു. പിന്നെ അതൊക്കെ തന്നെ പൈസയിൽ എടുത്തത്. പിന്നെ അല്ലാതെ വേറെ പ്രശ്നത്തിനൊന്നും എടുത്തില്ല. പിന്നെ ഈ ലോണൊക്കെ എടുത്തിട്ട് ഈ പലിശ വാങ്ങിച്ചിട്ട് പലിശ കൊടുക്കുമായിരുന്നു. ഇതൊക്കെ കടം കൂടിയത്. ലോൺ എടുത്തിട്ട് അടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ട്. 44,000 രൂപ അന്നത്തെ ദിവസം അടയ്ക്കണമായിരുന്നു. അതിൽ ബുദ്ധിമുട്ടായിരുന്നു. അന്നത്തെ ദിവസമാണ് കുഞ്ഞുമാരവിടെ ഞാൻ പോയത്. കുഞ്ഞുമാരവിടെ രാത്രി പോയപ്പം കുഞ്ഞു പൈസ തന്നില്ല. തിരിച്ച് ഞാനും മോനും കൂടെ തിരിച്ച് വരികയാണ് ചെയ്ത്. രാത്രിയായപ്പോൾ രാത്രി പോയിരുന്നു. തിരിച്ച് വിളിച്ചൊന്നുമില്ല. ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു. 2 മണിക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പം ഞാൻ പിന്നെ 11:30 ആയപ്പോഴേ ഈ സംഭവം നടന്നു തോന്നണം. എനിക്കറിയാൻ വയ്യ, ഓർമ്മയില്ല. അങ്ങനെ ബാങ്കിൽ നിന്ന് വിളിച്ച കാര്യമാണ് ഓർമ്മ ഉള്ളത്. അമ്മ അടുത്ത് പോയിരുന്നു. അപ്പം അത് പൈസ കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യമായിരിക്കും. അങ്ങനെ ആരും വിളിച്ചൊന്നുമില്ല. ഇത് പറഞ്ഞായിരുന്നു, ഇത് ലോണ് വിളിച്ചായിരുന്നു. തലേ ദിവസം വിളിച്ച് പിറ്റേന്നും വിളിച്ചതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ രാത്രി 12 മണിക്ക് വീട്ടിൽ വന്നത്. പിന്നെ മറ്റൊന്ന് കൊച്ചുമോനെ സ്കൂളിൽ അയച്ചു ഞാൻ. പിന്നീടുള്ള കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒന്നും ഓർമ്മയില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി പ്രതി അഫാന്റെ ഉമ്മ ഷെമി. അഫാൻ ലോൺ ആപ്ലിക്കേഷനുകളിൽ നിന്ന് പണം എടുത്തിരുന്നു. 25 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും അഫാൻ പണം ചോദിച്ചിരുന്നുവെന്നും കയ്യിലുള്ളതെല്ലാം കൊടുത്തുവെന്നും ഷെമി പറഞ്ഞു. കൂട്ടക്കൊലപാതകം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടുവെങ്കിലും അതിന്റെ നടുക്കത്തിൽ നിന്ന് ഷെമി ഇതുവരെ മുക്തയായിട്ടില്ല. ഇപ്പോഴും ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ ഷെമിക്ക് കഴിയില്ല. 2 പേരുടെ സഹായത്തോടെയാണ് മുറിക്ക് പുറത്തിറങ്ങുന്നത് പോലും. സംസാരിക്കുമ്പോൾ ശരീരം വിറയ്ക്കും. വെഞ്ഞാറമൂട്ടിലെ സ്നേഹസ്പർശം കാരുണ്യ സെന്ററിലാണ് താമസം. ജയിലിൽ കഴിയുന്ന അഫാനെ കാണാൻ ആഗ്രഹമില്ല എന്ന് ഷെമി തറപ്പിച്ചു പറഞ്ഞു. എന്റെ കുഞ്ഞിനോടും കുടുംബത്തോടും ഇങ്ങനെയൊക്കെ ചെയ്ത അവനെ എനിക്ക് കാണണമെന്നില്ല എന്നാണ് ഷെമി കണ്ണീരോടെ പറഞ്ഞത്. സംഭവ ദിവസം ഇളയ മകനെ സ്കൂളിൽ വിട്ട ശേഷം മുറിയിലെത്തി സോഫയിലിരിക്കുമ്പോഴാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അഫാൻ പിന്നിൽ നിന്ന് ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കിയത് എന്ന് ഷെമി ഓർത്തെടുത്തു. ഫർസാനിയെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ആശുപത്രിയിൽ പോകാമെന്ന് പിന്നെ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഒന്നും ഓർമ്മയില്ല. പോലീസ് വീടിന്റെ ജനൽ ചവിട്ടിപ്പൊളിക്കുമ്പോഴാണ് ബോധം തെളിഞ്ഞത് എന്നും ഷെമി പറഞ്ഞു. സദാസമയവും മൊബൈൽ ഫോണിലായിരുന്നു അഫാന്റെ ജീവിതം. ഓൺലൈൻ കളികളായിരുന്നു കമ്പം. ലോൺ ആപ്പിൽ നിന്നും പണം കടമെടുക്കും. ആ പണം ചെലവാക്കിയിരുന്നത് ഓൺലൈൻ ഗെയിമുകളിലായിരുന്നു. ഒടുവിൽ അതിൽ നിന്നും കരകയറാൻ കഴിയാതെ വന്നു. ദിനംപ്രതി 2000 രൂപയോളം വേണമായിരുന്നു ബാധ്യത തീർക്കാൻ. കയ്യിലുള്ളതും കടം വാങ്ങിയും നൽകി. ഒടുവിൽ പണത്തിന് വഴിയില്ലാതായതോടെ ആകെ പെട്ടുവെന്നും ഷെമി പറയുന്നു. ബാങ്കിലും ബന്ധുക്കൾക്കുമായി 25 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഭർത്താവിന്റെ ഗൾഫിലെ കച്ചവടം തകർന്നപ്പോഴാണ് കടം വാങ്ങേണ്ടി വന്നത്. അക്കാര്യങ്ങൾ ഭർത്താവിനറിയാം. വീട് വിറ്റ് കടം തീർക്കാമെന്ന് അഫാനോട് പറഞ്ഞിരുന്നു. ഇതിന്റെ പേരിൽ അഫാനുമായി ഒരു തരത്തിലുമുള്ള വഴക്കും ഉണ്ടായിട്ടില്ല. സംഭവം നടക്കുന്നതിന്റെ തലേന്ന് ആപ്പ് വഴിയെടുത്ത ലോണിന്റെ ആളുകളും ബാങ്കുകാരും വിളിച്ചിരുന്നു. കടം ചോദിച്ച രാത്രി ബന്ധുവിന്റെ വീട്ടിൽ പോയി. പക്ഷേ പണം കിട്ടിയില്ല. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും അഫാന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സോഫയിൽ കിടന്നാണ് ഉറങ്ങിയത്. പിറ്റേന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. രാവിലെ അഹസാനെ സ്കൂളിൽ വിട്ട കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ഷെമിക്ക് കഴിയുന്നില്ല. ഒരു മന്ദത ബാധിച്ചതുപോലെയാണ് അന്ന് തോന്നിയത് എന്ന് ഷെമി പറയുന്നു. കഴുത്തിൽ തുണിയിട്ട് മുറുക്കിയപ്പോൾ സ്വപ്നം കാണുന്നത് പോലെ തോന്നി. തനിക്ക് ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. കഴുത്തിൽ ഷോൾ മുറുക്കിയതിനു ശേഷം എല്ലാ ഓർമ്മയും നഷ്ടപ്പെട്ടു. പിന്നെ വൈകുന്നേരമാണ് ഓർമ്മ തിരികെ വന്നത്. ഓർമ്മ വരുമ്പോൾ പോലീസുകാർ ജനലിൽ കമ്പി വെച്ച് അടിക്കുന്ന ശബ്ദമാണ് കേട്ടത്. പിന്നീട് പോലീസ് തന്നെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി മക്കൾ 2 പേർക്കും കൃത്യമായി അറിയാമായിരുന്നു. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് ആള് വന്നപ്പോൾ ലോൺ തിരികെ അടയ്ക്കാനും ഇല്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി.
മുതിർന്ന ഉദ്യോഗസ്ഥരെത്തി കുടുംബക്കാരെ മുഴുവൻ നിർത്തി ഫോട്ടോയെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് കേട്ട് രോഷാകുലനായ അഫാൻ ആ സമയത്ത് മാനേജറെ തല്ലാനായി ഒരുങ്ങിയിരുന്നുവെന്നും ഉമ്മ ഷെമി പറഞ്ഞു. താങ്ങാനാകാത്ത കടമായിരുന്നില്ല കുടുംബത്തിനുണ്ടായിരുന്നത്. മകൻ ഇങ്ങനെയൊക്കെ ചെയ്തത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വൈരാഗ്യത്തിന് പിന്നിലുള്ള കാരണം ചോദിച്ചപ്പോൾ കുടുംബപരമായ വിഷയങ്ങളും വസ്തുവിറ്റ് കടം തീർക്കാൻ ലത്തീഫ് ആവശ്യപ്പെട്ടതുമൊക്കെയാണ് ഷെമി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. വീട്ടിലെ കാര്യങ്ങൾ അഫാൻ മാത്രമല്ല നോക്കിയിരുന്നത്, 3 പേരും ഒരുമിച്ചായിരുന്നു. ഫർസാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും ഷെമി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഫർസാന നല്ല കുട്ടിയാണ്. 2 വർഷമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു. ഫർസാനയോട് ദേഷ്യമുള്ളതായൊന്നും അഫാൻ പറഞ്ഞിട്ടില്ല. അഫാൻ മൊബൈൽ ഫോൺ രാവും പകലും ഉപയോഗിക്കുമായിരുന്നു. ലോൺ ആപ്പുകളിൽ നിന്നും അഫാൻ കടമെടുത്തിരുന്നു. അഫാന് ദിവസം 2000 രൂപ വരെ ലോൺ ആപ്പിൽ അടയ്ക്കണമായിരുന്നു. കയ്യിലുള്ളതെല്ലാം താൻ അഫാന് കൊടുത്തുവെന്നും പണം ഇല്ലാതായപ്പോഴാണ് കുഞ്ഞുമ്മയോട് പണം കടം ചോദിച്ചത് എന്നും ഷെമി പറയുന്നു. ആപ്പുകാരും പൈസ തിരികെ ആവശ്യപ്പെട്ട് അഫാനെ പലപ്പോഴായി വിളിച്ചു. അപ്പോഴെല്ലാം പണം തിരികെ അടയ്ക്കാമെന്ന് അഫാൻ അറിയിച്ചു. കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആരും സഹായിച്ചില്ല എന്ന പരാതി അഫാനുണ്ടായിരുന്നു. ലത്തീഫുമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ വീട് വിൽക്കണമെന്ന ആവശ്യം ലത്തീഫ് പറഞ്ഞതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വാപ്പുമ്മ സൽമ ബീവിയുമായും അഫാന് നല്ല ബന്ധമായിരുന്നു. സംഭവം നടന്ന ദിവസം രാവിലെ പണം ആവശ്യപ്പെട്ട് ഒരു ബന്ധു വിളിച്ചിരുന്നു. കടം വാങ്ങിയ 2 ലക്ഷം രൂപയിൽ 50,000 രൂപ അന്ന് തന്നെ നൽകാൻ ആവശ്യപ്പെട്ടു. സംഭവ ദിവസം 3 കടം വാങ്ങിയ പണം തിരികെ നൽകണമായിരുന്നു. സൽമ ബീവിയോട് സ്വർണം കടം ചോദിച്ചിരുന്നുവെങ്കിലും അത് നൽകാൻ അവർ തയ്യാറായില്ല. കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയിരുന്നില്ല. വസ്തുവിറ്റ് കടങ്ങൾ തീർക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും കടം വാങ്ങിച്ചിരുന്നു. റോളിംഗ് ചെയ്ത പൈസ അടയ്ക്കുന്നതിന് വേണ്ടിയാണ് കൊലപാതകത്തിന് ശേഷം അഫാൻ CDMൽ പൈസ ഇട്ടത്. കയ്യിൽ നിൽക്കുന്ന കടമേ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. സംഭവത്തിലെ വിശദമായ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഇളയ മകനോട് അഫാന് ഭയങ്കര സ്നേഹമായിരുന്നുവെന്നും മൂത്ത മകനെ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത് എന്താണെന്ന് കൃത്യമായി അറിയില്ല എന്നും ഷെമി പറയുന്നു. പേരുമലയിലെ വീട്ടിലേക്ക് തന്റെ കുഞ്ഞുങ്ങളില്ലാതെ ഇനി പോകാൻ സാധിക്കില്ല. തന്റെ പൊന്നുമോനെയാണ് അഫാൻ കൊന്നത്. അതിനാൽ തനിക്ക് അഫാനോട് ക്ഷമിക്കാൻ സാധിക്കില്ല എന്നും ഷെമി പറഞ്ഞു. ജീവൻ മരണ പോരാട്ടത്തിനിടയിൽ 17 ദിവസത്തിന് ശേഷമാണ് ഷെമി ആശുപത്രി വിട്ടത്. അഫാനെ ഇനി വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഒരു സഹായവും ചെയ്യില്ല എന്നും പിതാവ് റഹീമും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ചെയ്തത് തെറ്റായി പോയി എന്നും മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ജയിലിൽ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരുന്നു. അഫാന് നിലവിൽ ആത്മഹത്യാ പ്രവണതയില്ല. ആത്മഹത്യാ പ്രവണത ഉള്ളതിനാൽ നേരത്തെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു ജയിലിൽ അഫാൻ. കേസിൽ അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഫെബ്രുവരി 24-നാണ് നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് ഉണ്ടായത്. 2 മണിക്കൂറിനിടെ 3 വീടുകളിലായി 6 പേരെയാണ് പ്രതി അഫാൻ ആക്രമിച്ചത്. ഇതിൽ 5 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി കീഴടങ്ങുകയായിരുന്നു.